തുടക്കത്തിലുണ്ടാകുന്ന ചെറിയ ചൊറിച്ചിൽ, ഇല്ലെങ്കിൽ ചെറിയ വേദന, ഇല്ലെങ്കിൽ രക്തം പോവുകയോ ചെറുതായിട്ട് പഴുപ്പ് പോവുകയാണ് ഈ പൈലോനൈഡൽ സൈനസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ കാണാറുണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ഈ പൈലോനൈഡൽ സൈനസ്, ഈ സൈനസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആവുകയും അതിൽ പഴുപ്പും ചലവും ചിലപ്പോൾ ഉള്ളിലുണ്ടാവുന്ന രോമങ്ങളും ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ, പഴുപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ അസഹനീയമായ വേദനയും നമുക്ക് കടുത്ത പനിയും ഇതേപോലെ അവിടെ നല്ല തൊടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യാറുണ്ട്. ആ സമയത്ത് പേഷ്യൻസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും ആ സമയത്ത് മാത്രമാണ് ഡോക്ടർമാരെ കാണാറുള്ളത്. ഡോക്ടർ, ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞു. ഈ പെട്ടെന്നുണ്ടാകുന്ന വേദന വരുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇവർക്ക് ചികിത്സാ രീതികൾ എന്തൊക്കെയായിരിക്കും? അതെ, ഈ പൈലോനൈഡൽ സൈനസ് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് പൈലോനൈഡൽ ആപ്സസ് ആയിക്കഴിഞ്ഞാൽ ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ, ആ പഴുപ്പ് നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആ ചുറ്റുപാടും ഒന്ന് ഒരു തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ, ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് ചെറിയൊരു മുറിവിലൂടെ ആ പഴുപ്പും അതിലുണ്ടാകുന്ന ദ്രാവകങ്ങളും അതിലുണ്ടാകുന്ന മുടികളോ എന്താണോ അതിലുണ്ടാകുന്നത് അത് മുഴുവൻ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഈ പഴുപ്പ് മുഴുവൻ കുറയാനും ഇൻഫെക്ഷൻ കുറയാനും അത് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ആൻറ്റിബയോട്ടിക്സും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ആ ഭാഗം പൂർണ്ണമായിട്ടും പഴുപ്പ് രഹിതം ആവുകയും വേദനരഹിതമാവുകയും തുടർന്ന് അതിനെ നമ്മൾ ചികിത്സയ്ക്ക് വിധേയമാവുകയും വേണ്ടി വരും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉള്ളിലുണ്ടാകുന്ന ഭിത്തികൾ, അതാണ് ഇതിൻ്റെ മൂലകാരണം. അത് നീക്കം ചെയ്യാതെ ഇതൊരിക്കലും മാറുകയില്ല, അത് പിന്നെയും പഴുപ്പ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ പഴുപ്പ് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ യഥാർത്ഥ ചികിത്സ, പൈലോനൈഡൽ സൈനസിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ ചികിത്സ ഏത് ഘട്ടത്തിലാണ് തുടങ്ങുന്നത്? അത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയായിരിക്കും? ഈ പൈലോനൈഡൽ ആപ്സസിനുള്ള ട്രീറ്റ്മെൻറ്റ് താൽക്കാലികമാണ്. അതിനെ നമ്മൾ പൈലോനൈഡൽ സൈനസിലേക്ക് മാറ്റുകയും ആ സൈനസിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ പൈലോനൈഡൽ സൈനസ് എന്ന അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള വൃത്തിയില്ലാത്ത ഭാഗങ്ങളെ നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരുപാട് ടിഷ്യൂസ് നമ്മൾ എടുത്ത് കളയേണ്ടതായിട്ട് വരും. ആ ഉണ്ടാകുന്ന മുറിവ് ഒരു മാസം 2 മാസം കൊണ്ട് ഉണങ്ങി കവർ ചെയ്യപ്പെടുന്നതായിരുന്നു. അത് ഇപ്പോൾ പലർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ 2 മാസമൊക്കെ ജോലിക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ തന്നെ